Coach Zain here from Team Hardcore Official. സോ ഇന്നത്തെ ടോപ്പിക് ഗെയിനിങ് സൈക്കിൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ കട്ടിങ്ങിലോട്ട് പോകരുത്. നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 2 or 3 months നമ്മൾ ഗെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കട്ടിങ് ഫേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നല്ല ഗെയിനിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വോളിയം ആയി വെച്ചേക്കുന്ന നിങ്ങളുടെ ബോഡിയെ ഡയറക്റ്റായിട്ട് നിങ്ങൾ കട്ടിങ് ഫേസിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ബോഡിയിൽ വലിയ രീതിയിലൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് വരും. സോ അത് വരാതിരിക്കാനും കുറേ കൂടെ കൂടുതൽ ഹാർഡ് മസിൽ കിട്ടാനും നിങ്ങൾ ചെയ്യേണ്ടത് ഫില്ലിംഗ് പ്രോസസ്സാണ്. ചില ആൾക്കാർ അതിന് ഇൻ്റർമീഡിയറ്റ് ഗെയിനിങ് എന്നും ചില ആൾക്കാർക്ക് അതിന് ഫില്ലിംഗ് സെക്ഷൻ എന്നും പറയുന്നു. എന്താണ് ഫില്ലിംഗ് സെക്ഷൻ? ഫില്ലിംഗ് സ്റ്റേജിലോട്ട് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിൽക്കുന്ന ബോഡി ഫാറ്റ് പെർസെൻറ്റേജിനെയും വളരെ നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നിലനിൽക്കുന്ന മസിൽസിൻ്റെ വോളിയം അല്ല അവിടെ കൂട്ടുന്നത്, മസിലിൻ്റെ ടൈറ്റ്നെസ് അല്ലെങ്കിൽ തിക്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ്. ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഫില്ലിംഗ് സെക്ഷനിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗെയിനിങ് ചെയ്ത് വരുന്ന ഫേസിൽ നിന്നും നിങ്ങൾക്ക് വലിയ രീതിയിലൊരു സൈസ് ഡിഫറൻസോ കാര്യങ്ങളൊന്നും വരാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിലവിൽ നിൽക്കുന്ന ഒരു ബോഡി ഫ്രെയിംസിലെ മസിൽസ് നല്ല രീതിയിൽ ഹാർഡ് ആൻഡ് തിക്നെസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബോഡിയിലെ ഫാറ്റിൻ്റെ പെർസെൻറ്റേജും കൂടെ കുറച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു 9 months സൈക്കിളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലൊരു 3 months നിങ്ങൾക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളൊരു 6 month പ്ലാനാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 months നിങ്ങൾക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഗെയിനിങ് ടൈമിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഒരു പൊടി കൂടുതൽ പ്രോട്ടീൻ്റെ അളവ് ഫില്ലിംഗ് ടൈമിൽ നമ്മൾ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എത്രയാണോ നമ്മുടെ ആ നിലവിലത്തെ ബോഡി കണ്ടീഷന് എത്ര ഗ്രാം കാർബാണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് നമ്മളത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മസ്റ്റായിട്ട് കാർഡിയോ നല്ല രീതിയിൽ ചെയ്തിരിക്കണം. ഡിപ്പെൻഡ്സ് ബോഡി കണ്ടീഷൻ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജിനനുസരിച്ചിരിക്കും. വർക്കൗട്ടും മസിലിന് നല്ല രീതിയിൽ തിക്നെസ്സും ഹാർഡ്നെസ്സും കിട്ടുന്ന ടൈപ്പ് ഓഫ് വർക്കൗട്ടുകളുമാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഏകദേശം ഒരു 3 months കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്കൊരു മസ്കുലാരിറ്റി എന്ന് പറയുന്ന സാധനം, മസിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഫില്ലിംഗ് പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു നല്ല രീതിയിൽ തിക്നെസ് കൂട്ടിയതിന് ശേഷം നിങ്ങൾ കട്ടിങ്ങിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൈസ് ഡിഫറൻസും തോന്നുകയില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടീഷൻ കൊണ്ടുവരാനും പറ്റും. നല്ല റിപ്പഡ് ആൻഡ് മസ്കുലാരിറ്റിയോട് കൂടിയിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് സ്റ്റേജിൽ കൊണ്ടുവരാനും വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ 2 മാസമാണ് നിങ്ങൾ ഫില്ലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 2ാമത്തെ മാസം പകുതിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഫാറ്റിൻ്റെ പെർസെൻറ്റേജും കുറയുന്നു, മസിലിൻ്റെ തിക്നെസ്സും ഹാർഡ്നെസ്സും കൂട്ടി വരുമ്പോഴത്തേക്കും മസിലിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിലിൻ്റെ പ്രൊജക്ഷൻ നല്ല രീതിയിൽ കൂടുകയാണ് ചെയ്യുന്നത്. 3 മാസമാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഏകദേശം 2nd month കഴിഞ്ഞ് 3rd monthലോട്ട് വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും നിങ്ങളുടെ ബോഡി കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് നിങ്ങൾ കട്ടിങ് ഫേസിലോട്ട് പോകേണ്ടത്. നല്ല രീതിയിൽ ചെയ്യുന്ന വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ ലെവൽ കൂട്ടണം, കാർബോഹൈഡ്രേറ്റ് ലെവൽ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുറച്ച് കൂട്ടണം എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയോ, അങ്ങനെയല്ല. നിങ്ങൾ ഓരോ ഫേസിലും നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രോട്ടീൻ്റെ റേഷ്യോ അത് കണ്ടുപിടിക്കാനുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ്, ഇത്ര ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ. പിന്നെ അതുമല്ലാതെ ഇതൊക്കെ ഈ മെഷർമെൻ്റ് എല്ലാം ഒരു ഐഡിയലാണ്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്ന ഒരു ക്ലയൻറ്റാണ്, അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലയൻറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷർമെൻറ്റ് വരുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള വേരിയേഷൻസ് കൂടുതലായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുകയോ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വൈസ്. നിങ്ങൾക്കൊരു ബോഡി കണ്ടീഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രോഗ്രാംസ്, ഷെഡ്യൂൾസ്, സൈക്കിൾസ് നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ട് മാറ്റാവുന്നതാണ്. പക്ഷേ
ഒരു ലിമിറ്റിന് മുകളിലോട്ട് പ്രോട്ടീനോ ഒരു ലിമിറ്റിന് മുകളിലോട്ട് കാർബോഹൈഡ്രേറ്റോ എന്ത് കാര്യങ്ങൾ കൊടുത്തിരുന്നാലും നമ്മുടെ ബോഡിയിൽ അതൊന്നും എടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഒരു ഐഡിയൽ നമ്മളൊരു സൈഡിൽ വെച്ചേക്കുക. ഐഡിയൽ വെച്ചതിന് ശേഷം നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ നോക്കിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബോഡി ബിൽഡിംഗ് കോൺടെസ്റ്റ് പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ചാനൽ വഴി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതുമായിട്ട് പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ ജിമ്മേറ്റ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിന് വേണ്ടത്ത രീതിയിൽ അല്ലെങ്കിൽ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ റീച്ച് എന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു ശതമാനം ആൾക്കാർ കണ്ടു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്നുള്ള കാര്യത്തിൽ ഒരു ഒളിവും മറവും കാര്യങ്ങളൊന്നും വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുവഴി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ പീക്ക് വീക്ക് ടൈമിലുള്ള കാര്യങ്ങൾ ഒരു വ്ളോഗ് പോലെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ സ്റ്റേജസിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സീസൺ ടൈം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിതിലൊരു വ്ളോഗായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.